ലഹരിക്കെതിരെ കർമ്മയുടെ ചെക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി ചെസ് ക്ലബ്ബ് രൂപീകരണം പൊന്നാനി AV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചെസ് അസോസിയേഷൻ ഓഫ് മലപ്പുറവും കവചം പൊന്നാനിയും കർമ്മയുമായി സഹകരിച്ചാണ് പൊന്നാനി നഗരസഭയിലെ മുഴുവൻ ഹൈസ്കൂളുകളിലും പദ്ധതി നടപ്പിലാക്കുന്നത്. ലഹരിക്കെതിരെ കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കാൻ ചെസ് എന്ന ഗെയിമിന് കഴിയുമെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പൊന്നാനി കോസ്റ്റൽ CI ശശീന്ദ്രൻ മേലയിൽ അഭിപ്രായപ്പെട്ടു. കർമ്മ പ്രസിഡന്റ് വിജി ജോർജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ HM ഡേവിഡ് മുഖ്യപ്രഭാഷണം നടത്തി. ചെസ് പദ്ധതി വിശദീകരണം മലപ്പുറം ജില്ലാ ചെസ് അസോസിയേഷൻ ട്രഷറർ സാനിദ് ചെമ്പൻ നടത്തി. കവചം കോർഡിനേറ്റർ കർമ്മ ബഷീർ, PV അയ്യൂബ്, പ്രദോഷ്, യഹിയ എന്നിവർ സംസാരിച്ചു. അടുത്ത ദിവസങ്ങളിൽ മറ്റ് സ്കൂളുകളിലും ചെസ് ക്ലബ്ബ് രൂപീകരണം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 10,000 നിന്ന് 33,000 കടന്നു. അപ്പോൾ എന്താ ഉദ്ദേശിച്ചത്? അതിൻ്റെ അർത്ഥം സാധനത്തിൻ്റെ ഡിമാൻഡ് വല്ലാതെ കൂടി വരുന്നു. സപ്ലൈ സൈഡ് പോലീസിന് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പോലീസ് അങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഇത്രയും കേസ് നമുക്ക് പിടിക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ ഡിമാൻഡ് സൈഡ് കൺട്രോൾ ചെയ്യാൻ പോലീസ് മാത്രം വിചാരിച്ചാൽ ഒരിക്കലും നടക്കും. അതിന് സൊസൈറ്റിയുടെ ഇടപെടൽ വേണം. അവിടെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർമ്മ പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം അവിടെയാണ്. കാരണം നമ്മുടെ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചാൽ, അവർ വഴിതെറ്റി പോകുന്നത് അല്ലെങ്കിൽ അവരുടെ ഡീവിയേഷൻസ് തടയാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഈ ഡിമാൻഡ് സൈഡ് കട്ട് ചെയ്യാൻ നമുക്ക് കഴിയും. ഡിമാൻഡ് കട്ട് ചെയ്യുന്നതോടുകൂടി തന്നെ സപ്ലൈ സൈഡ് കട്ടാവും. നമ്മുടെ നാട് ഓട്ടോമാറ്റിക്കായിട്ട് വ്യത്യാസപ്പെടും. പണ്ട് വിക്ടർ ഹ്യൂഗോയാണ് പറഞ്ഞത്, ഒരു സ്കൂൾ തുറക്കുമ്പോൾ ഒരു ജയിൽ അടയ്ക്കുകയാണെന്ന്. അത് സത്യമാണ്, കറക്റ്റാണ്. ആ ഒരു സ്കൂൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയാൽ, ഇപ്പോൾ സ്കൂളുകൾ ഇഷ്ടംപോലെ നമ്മൾ തുറന്നു, പക്ഷെ ഒരു സ്കൂൾ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റിയാൽ ഭാവിയിലുള്ള കുറേ കുഴപ്പങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം. നമ്മൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, കഴിഞ്ഞ വർഷം 331 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. കുട്ടികൾ എന്ന് പറഞ്ഞാൽ 17-18 വയസ്സ് താഴെയുള്ള കുട്ടികളാണ്. 331. അതിൽ ഒരു കുട്ടി ഞാൻ കണ്ടത് ഏതാണ്ട് 12 വയസ്സുള്ള ഒരു കുട്ടി. നമ്മൾ ന്യൂസ് നടത്തുമ്പോൾ എനിക്ക് സംശയമായി പോയിട്ട് ഈ കുട്ടിക്ക് എങ്ങനെയത് ചെയ്യാൻ അറിയില്ലല്ലോ. ആ രീതിയിലുള്ള കുട്ടികൾ സൂസൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ശ്രദ്ധ പതിയുകയാണെങ്കിൽ നമുക്ക് അത്തരം സമയങ്ങളിൽ നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത, അച്ഛനോടോ അമ്മയോടോ ടീച്ചേഴ്സിനോടോ പറയാൻ പറ്റാത്ത മാനസിക പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിളിച്ച് കൗൺസിലിംഗ് വരെ കിട്ടുന്ന ടോൾ ഫ്രീ നമ്പറുകളുണ്ട്. നമ്മൾ ആ ബോർഡ് ഇവിടെ വെച്ചില്ലേ? ആ നമ്പർ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ തരാം. നമുക്ക് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഫ്രാങ്കായിട്ട് പറയാം. കഴിഞ്ഞ വർഷത്തിൽ യോദ്ധാവ് എന്നൊരു പദ്ധതിയുണ്ട്. ഒരു വർഷത്തോളം നീണ്ടുന്ന പദ്ധതി എല്ലാ സ്കൂളിലും, പൊന്നാനി സ്റ്റേഷൻ പരിധിയിലെ മുഴുവൻ സ്കൂളുകളിലും പോവുകയും ലഹരി മാഫിയക്കെതിരായി ശക്തമായ നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നമുക്ക് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വളരെ സുഖപ്രദമായ യാത്ര ചെയ്യാനും ഒരു സ്വസ്ഥമായൊരു ജീവിതമൊക്കെ ഉണ്ടാക്കിയത് ശശീന്ദ്രൻ മേലയിൽ സാറിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ പദ്ധതിയാണ്. അതിനെ പ്രത്യേകമായി അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങളെ ഓരോ കുട്ടികളും മറ്റുള്ള കുട്ടികൾക്ക് ഒരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം നമ്മളെ കൂടെയുള്ള കുട്ടികൾ നാളെ ഭ്രാന്തന്മാരോ വേറെ എന്തെങ്കിലും തെരുവിലൊക്കെ അലഞ്ഞിരിയുന്ന ആളുകളോ ആയി തീരാതിരിക്കാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യണം? നമ്മൾ പരസ്പരം ഒരു കവചം ഒരുക്കണം. ഈ കവചം എന്നൊരു വാക്കതാണ്. നമ്മളെ വീട്ടിലായാലും ശരി, പുറത്തായാലും ശരി, എവിടെ ആയാലും നമ്മൾ ഈ ലഹരി മാഫിയക്കെതിരെ ഒരു ചുവടുവെപ്പ് നമ്മളെ AV സ്കൂളിലെ കുട്ടികൾ മുന്നോട്ട് വെക്കണം. എല്ലാവരെയും അത്തരം ദുഷ്ടശക്തികളിൽ നിന്നൊക്കെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? വളർന്നു വരുന്ന പുതിയ തലമുറക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ ആരെങ്കിലും അത്തരം വഴികളൊക്കെ പോകുന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ HMനെ മറ്റുള്ളവരെ അറിയിക്കുക. അവർ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ആരും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരെ നിന്നൊക്കെ രക്ഷിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് കവചം യോദ്ധാവ് ഇതിൻ്റെയൊക്കെ നമ്പർ ഇവിടെ പുറത്തുപോയി ഹയർ സെക്കൻഡറിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ ബന്ധപ്പെടുക. കൂടുതലൊന്നും പറയുന്നില്ല. ഇനി നമുക്ക് ആതുര സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം. ബെൻസി പോളിക്ലിനിക്. അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം. ENT, നേത്രരോഗ വിദഗ്ധൻ, ഡെർമറ്റോളജിസ്റ്റ്, ജനറൽ ഫിസിഷ്യൻ, അസ്ഥിരോഗ വിദഗ്ധൻ, പീഡിയാട്രിഷ്യൻ, സൈക്കാട്രിസ്റ്റ്, ഫാമിലി മെഡിസിൻ ഡോക്ടർ, സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള TMT, എക്കോ, എക്സ്റേ വിഭാഗങ്ങൾ. പെയിൻ ക്ലിനിക്, മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ, ഡോക്ടർ ഓൺ കോൾ സൗകര്യം, രക്തസാമ്പിൾ ശേഖരണം.
അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയാക് മോണിറ്ററി ICU തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി, പൊന്നാനി റോഡ്, ചന്തപ്പടി, പൊന്നാനി.